കഥകളുടെ മായിക ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അന്ന് വൈകിട്ട് ആവശ്യമുള്ള പണവും കൊടുത്ത് കോടനെ പറഞ്ഞുടൻ നിൽക്കുമ്പോഴാണ് കുഞ്ചു പടിപ്പുര കടന്ന് ഓടിപ്പാഞ്ഞു വന്നത്. എന്താടാ വാലിനെ തീ പിടിച്ച പോലെ ഓടണേ, നിനക്ക് നടക്കാൻ അറിഞ്ഞൂടെ? കേശവൻ നായർ സ്വല്പം ഈർഷ്യയോടെ ചോദിച്ചു. തമ്പ്ര കണ്ണൻ വന്നിട്ടുണ്ട്, കുഞ്ചു കിതച്ചുകൊണ്ട് പറഞ്ഞു. കണ്ണനോ? ഏത് കണ്ണൻ? തമ്പ്ര, അന്ന് വന്ന ആ പാർട്ടിക്കാരൻ. നിനക്ക് ഭ്രാന്താണോ? ചത്തവൻ എങ്ങനാ? പറഞ്ഞു മുഴിച്ചില്ല. അയാളുടെ മനസ്സിൽ ഒരു കൊള്ളിയാൻ മിന്നി. അന്ന് കണ്ണന്റെ ജഡം മാത്രം കിട്ടിയിരുന്നില്ലെന്ന് കേശവൻ നായർ ഓർത്തു. നീ കണ്ടോ? അവൻ തന്നെയാണോ? അയാൾ അല്പം ഭീതിയോടെ ചോദിച്ചു. കണ്ടു തമ്പ്ര, കവലയില് എല്ലാരും കണ്ടു. ഒടിയനെ കൊന്നത് കണ്ണനാണെന്നൊരു സംസാരവും കവലയിലുണ്ട്. കുഞ്ചു കിതച്ച് മുട്ടിൽ കൈകുത്തിയെന്ന് പറഞ്ഞു. കണ്ണൻ ഇനി അവനാണോ ഭാർഗവനെ? കേശവൻ നായർ ആത്മകഥം എന്നോണം പറഞ്ഞു. എന്നിട്ട് അവനിപ്പോ എവിടെ? എങ്ങോട്ട് വരുന്നുണ്ട് തമ്പ്ര? ഞാനത് പറയാനാണ് ഓടിയത്. കുഞ്ചു വീണ്ടും കിതച്ചു. കേശവൻ നായരുടെ മനസ്സിൽ പെട്ടെന്നൊരു ഭയം വന്നെങ്കിലും അയാൾ വേഗം മനോബലം തിരിച്ചു പിടിച്ചു. കോടാ, നീ ഇപ്പൊ പോണ്ട, ഇവിടെ വേണം. കേശവൻ നായർ പടിപ്പുരയിലേക്ക് നോക്കി കോടനോട് പറഞ്ഞു. ആയിക്കോട്ടെ. നിർവികാരനായി കോടൻ മറുപടി പറഞ്ഞു. അയാൾ അങ്ങനെയാണ്. ഭയം, സന്തോഷം, സങ്കടം ഒന്നും ആ മുഖത്താരും കണ്ടിട്ടില്ല. സംസാരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും യാതൊരു ഭാവങ്ങളും വരാത്ത മുഖം. കേശവൻ നായർ കണ്ണന്റെ വരവും പ്രതീക്ഷിച്ച് മുറ്റത്ത് തന്നെ കസേരയുമിട്ട് കാലിന്മേൽ കാലും കയറ്റിയിരുന്നു. അയാളുടെ വലതുവശത്ത് കുഞ്ചൻ കുടയും പിടിച്ചു നിന്നു. കോടൻ കുറച്ചു മാറി തേങ്ങ കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്ത് കുത്തിയിരുന്നു. കേശവൻ നായർക്ക് അതത്ര പിടിച്ചില്ലെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാവുന്നതുകൊണ്ട് അതിന് മെനക്കെട്ടില്ല. അധികം താമസിച്ചില്ല. പടി കടന്ന് കണ്ണൻ അകത്തേക്ക് കയറി. കൂടെ ആൾക്കാരുണ്ടായിരുന്നെങ്കിലും അവരെല്ലാം പുറത്തു തന്നെ നിന്നു. ഒരു തവണ കണ്ണനൊപ്പം അകത്ത് കയറിയവരെ അവർ സ്മരിച്ചിരിക്കണം. പക്ഷേ കണ്ണൻ അതൊന്നും ശ്രദ്ധിച്ചില്ല. ഒരു ചുവന്ന ഷർട്ടും മടക്കി കുത്തിയ വെള്ളമുണ്ടും ധരിച്ച് ഭയം ഏതും മുഖത്തില്ലാതെ ചൂണ്ടിലൊരു ചെറു ചിരിയുമായി കണ്ണൻ മുന്നോട്ട് നടന്നു. കണ്ണന്റെ ഉറച്ച ശരീരവും ഭാവവും കണ്ടിട്ടും പുച്ഛം മാത്രം തോന്നിയ കേശവൻ നായർ ഇടക്കൊന്ന് ഇടത്തേക്ക് നോക്കിയതും വല്ലാതെ അമ്പരന്നുപോയി. ഇരുന്ന ഇരിപ്പിൽ നിന്ന് എഴുന്നേറ്റ് പ്രേതത്തെ കണ്ട കുട്ടിയെ പോലെ ഭയന്ന് നിൽക്കുന്ന കോടൻ. ഇവനിതെന്ത് പറ്റി? അയാൾ മനസ്സിലാലോചിച്ചു. കോടാ, അയാൾ വിളിച്ചു. തമ്പ്ര, ഭാർഗവൻ. നടന്നു വരുന്ന കണ്ണനെ നോക്കി ഭയത്തോടെ അയാൾക്ക് നേരെ വിരൽ ചൂണ്ടി. ഭാർഗവൻ എന്ന പേര് കേട്ടതും അയാൾ ഞെട്ടി. കണ്ണനെ അയാൾ ശരിക്കും ശ്രദ്ധിച്ചു. ആ നടപ്പ്, ആ ശൈലി, അത് ഭാർഗവന്റെ അല്ലേ? അയാൾ അറിയാതെ എഴുന്നേറ്റ് നിന്നു. കണ്ണൻ അയാൾക്ക് മുന്നിൽ വന്നു നിന്നു. അപ്പോഴും അവന്റെ ചുണ്ടിലൊരു ചെറു പുഞ്ചിരി. തമ്പ്രാൻ ആളെ മനസ്സിലായില്ലെങ്കിലും കോടന് മനസ്സിലായി അല്ലേ? കണ്ണൻ കോടനെ നോക്കി. വീണ്ടും കേശവൻ നായർക്ക് നേരെ തിരിഞ്ഞു. എന്നാലും ഇത്രയും നാള് കൂടെ ഉണ്ടായിട്ടും തമ്പ്രാൻ എന്നെ മനസ്സിലായില്ലല്ലോ. എന്തിന്? ഈ നാട്ടുകാർക്കും ഒരാൾക്കും മനസ്സിലായില്ലല്ലോ. അതുകൊണ്ടല്ലേ തമ്പ്രാൻ എന്നെ കൊല്ലാൻ ആളെ വിട്ടതും കേട്ട ബാധി കുറെ എണ്ണം കൊല്ലാൻ ഇറങ്ങി പുറപ്പെട്ടതും. കണ്ണൻ അതെല്ലാം പറയുമ്പോൾ കേശവൻ നായർ വിറക്കുകയായിരുന്നു. സാരമില്ല, ഒരവസരം കൂടി തരാം. അവസാന അവസരം. അന്ന് തമ്പ്രാന് മാത്രമല്ല നാട്ടുകാർക്കും ഞാൻ നല്ലോണം മനസ്സിലാക്കി തരാം ഒടിയൻ ഭാർഗവൻ ആരാണെന്ന്. അത് പറയുമ്പോ ചുണ്ടിലെ ചിരിമാഞ്ഞ് വല്ലാത്തൊരു ക്രൂരഭാവം കണ്ണന്റെ മുഖത്ത് വന്നു. ഒരു നിമിഷം കേശവൻ നായർ കൺമുന്നിൽ ഭാർഗവനെ കണ്ടു. പേടിച്ചു വിറച്ച് അയാളുടെ മുട്ടു കൂട്ടിയിടിക്കാൻ തുടങ്ങി. അത് പോട്ടെ, അതിന് സമയമുണ്ടല്ലോ. തമ്പ്രാന് ഞാനൊരു സമ്മാനം അയച്ചിരുന്നല്ലോ. അത് കണ്ട് തമ്പ്രാന് സന്തോഷമാവുമെന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ കവലയിൽ ആരോ പറഞ്ഞു തമ്പ്രാൻ ഇപ്പോഴും അതന്വേഷിച്ച് നടപ്പാണെന്ന്. ശരിയാണോ? ഒന്നും മനസ്സിലാവാത്ത പോലെ കേശവൻ നായർ കുഞ്ചുവിനെ നോക്കി. അയാൾ പ്രേതത്തെ കണ്ട പോലെ കണ്ണും മിഴിച്ചു നിൽപ്പായിരുന്നു. എന്താ കുഞ്ചാ, തമ്പ്രാൻ അത് കണ്ടില്ലേ? കണ്ണൻ കുഞ്ചന് നേരെ നോക്കി ചോദിച്ചു. കുഞ്ചു യാന്ത്രികമായി ഇല്ലെന്നർത്ഥത്തിൽ തലയാട്ടി. തമ്പ്രാന് മനസ്സിലായില്ലേ? ആ പെണ്ണില്ലേ ലക്ഷ്മി, അവൾക്ക് വേണ്ടിയല്ലേ തമ്പ്രാൻ എന്നെ കൊല്ലാൻ നോക്കിയത്. അവളെ ഒരു സമ്മാനമായിട്ട് ഞാൻ അന്ന് തന്നെ തമ്പ്രാന്റെ മണിയറയിൽ എത്തിച്ചിരുന്നു. അന്ന് രാത്രി വാക്ക് പറഞ്ഞ പോലെ നിങ്ങളുടെ ആദ്യ സമാഗമമായിരുന്നില്ലേ? വാക്ക് തെറ്റിക്കണ്ടെന്ന് വിചാരിച്ച് കൊണ്ടുവന്നതാ. തമ്പ്രാൻ കണ്ടില്ലേ? വളരെ നിഷ്കളങ്കമായി കണ്ണൻ ചോദിച്ചു. കേശവൻ നായരുടെ നെഞ്ചിൽ വെള്ളിടി വെട്ടി. ലക്ഷ്മി? അയാൾ ആത്മകഥം ചെയ്തു. പെട്ടെന്ന് തന്നെ അയാൾ അവിടെ നിന്ന് മുറിയിലേക്ക് ഓടി. മുറിയിലേക്ക് കയറി അയാൾ അവിടെയെല്ലാം മരിച്ചു പെറുക്കി. എവിടെയും ഒന്നും കണ്ടില്ല. അലമാരയിലും മച്ചിന്റെ മുകളിലും കട്ടിലിനടിയിലും എല്ലാം നോക്കിയിട്ടും ഒന്നും കണ്ടില്ല. ആശ്വാസത്തോടെ അയാൾ കട്ടിലിരുന്നു. അവൻ വെറുതെ ഭയപ്പെടുത്തിയതാവും എന്നോർത്തു. തമ്പ്ര, പെട്ടിയില അവളെ വെച്ചിരിക്കണേ.
പെട്ടെന്ന് മുറിയിലേക്ക് ഓടിക്കയറി വന്ന കുഞ്ചു വിളിച്ചു പറഞ്ഞു. കേശവൻ നായർ ഞെട്ടി. അയാൾ മുണ്ടും ബാക്കി വസ്ത്രങ്ങളും വെച്ചിരുന്ന ആ പെട്ടിയെ നോക്കി. കുഞ്ചു, അത് തുറക്ക്. അയാൾ എന്തോ പ്രതീക്ഷിച്ച് തന്നെ കുഞ്ചുവിനോട് പറഞ്ഞു. കുഞ്ചു അകത്ത് കയറി പേടിച്ച് പെട്ടിയിലേക്ക് നോക്കാതെ തന്നെ മുഖം തിരിച്ച് കണ്ണടച്ച് പെട്ടി തുറന്നു. അതിനുള്ളിലേക്ക് നോക്കിയതും മുഖം പൊത്തി പിന്നിലേക്ക് ഭയന്നു മാറിയ കേശവൻ നായർ കട്ടിലിൽ തട്ടി കിടക്കയിലേക്ക് വീണു. അത് കണ്ട കുഞ്ചു പതിയെ പേടിച്ച് പെട്ടിയിലേക്ക് നോക്കി. കുഞ്ചുവിന്റെ മുട്ടിന് മുകളിൽ മാത്രം പൊക്കമുള്ള ചെറിയൊരു ചതുരപ്പെട്ടിയിൽ കയ്യും കാലും കഴുത്തിനു ചുറ്റും പിണച്ചു വെച്ച് മുഖം മുതുകിന് നേരെ വരുന്ന പോലെ തിരിച്ചൊടിച്ച് മടക്കി വെച്ചിരിക്കുന്ന ലക്ഷ്മിയുടെ അഴുകാൻ തുടങ്ങിയ നഗ്നമായ ജഡം. കുഞ്ചു പെട്ടിയിൽ നിന്ന് കൈയെടുത്ത് അലറി വിളിച്ച് പുറത്തേക്കൂടി. കേശവൻ നായരും തട്ടി തടഞ്ഞ് ഓടി ഉമ്മറത്തെത്തി. കാലിൽ വീണായാലും ജീവന് വേണ്ടി അപേക്ഷിക്കണമെന്ന് വിചാരിച്ച് കണ്ണനെ അന്വേഷിച്ചു. പക്ഷേ അയാളെ അവിടെ നിന്ന് കണ്ടില്ല. കേശവൻ നായർ മുറ്റത്തേക്ക് നോക്കി. കണ്ണനെ കണ്ട് പേടിച്ച് നിന്ന് നിൽപ്പ് കോടൻ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. കേശവൻ നായർ തലക്ക് കൈകൊടുത്ത് ഉമ്മറത്ത് നിലത്തിരുന്നു. വരുന്ന അമാവാസി, അതുവരെയാണ് സമയം. അന്ന് തമ്പ്രാനെ ഭാർഗവം കൊല്ലും. അതിനു മുമ്പ് ആത്മഹത്യ ചെയ്താൽ അത്രയും നല്ലത്. തലക്ക് കൈകൊടുത്ത് കുമ്പിട്ടിരുന്ന കേശവൻ നായർ കോടന്റെ ശബ്ദം കേട്ട് തല ഉയർത്തി നോക്കി. കോട രക്ഷിക്കണം, എന്റെ കൂടെ നിൽക്കണം. ആരെ വേണമെങ്കിലും കൊണ്ടുവരാം, എന്തു വേണമെങ്കിലും ചെയ്യാം. പക്ഷേ അവനിൽ നിന്ന് എന്നെ രക്ഷിക്കണം. എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ അയാൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. പറ്റുമെന്ന് തോന്നുന്നില്ല തമ്പ്ര. പരകായ പ്രവേശം ചെയ്ത ഭാർഗവനെ പിടിച്ചു കെട്ടാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടായിരുന്നത് അയാളുടെ ശരീരമായിരുന്നു. പക്ഷേ അത് നശിപ്പിക്കപ്പെട്ടു. ഇനി ഒന്നിനും അവനെ തടുക്കാൻ പറ്റില്ല. കോടം പറഞ്ഞു. ഇല്ല, അവനേക്കാൾ വലിയവൻ ഇവിടെ വരും. ലോകത്തിൽ എവിടെയുണ്ടെങ്കിലും വരുത്തും. പറ, അങ്ങനെ ഒരാളില്ലേ? അവസാന പ്രതീക്ഷയുമായി അയാൾ കോടനോട് ചോദിച്ചു. തമ്പ്ര, പരകായ പ്രവേശ സിദ്ധിയുള്ള യോഗ്യവര്യന്മാർ പോലും ഈ കാലത്തിൽ ഉണ്ടാവില്ല. അങ്ങനെയുള്ള അതീന്ദ്രിയ സിദ്ധി നേടിയ അവനോട് എതിർക്കാൻ ഇനി ഒരാൾ ജന്മമെടുത്ത് വരേണ്ടി വരും. പക്ഷേ അതിനുള്ളിൽ തമ്പ്രാൻ പരലോകം കാണും. സ്വതസിദ്ധമായ നിർവികാരതയോടെ കോടം പറഞ്ഞു. നീ എൻ്റെ കൂടെ കാണില്ല കോട. പോവാണ് തമ്പ്ര. ഇന്ന് രാത്രി ഇന്നാട്ടിൽ എന്നെ കണ്ട മറ്റൊരവസരം ഉണ്ടാവില്ലെന്ന് ഭാർഗവന്റെ താക്കീത് കിട്ടി. മാടൻ കാക്കുന്ന വെള്ളോടിയനോട് ഏറ്റുമുട്ടാൻ ഞാൻ ആളല്ല. അതും പറഞ്ഞ് മറുപടിക്ക് കാത്തു നിൽക്കാതെ തോളിലെ സഞ്ചിയും വലിച്ചിട്ട് അയാൾ നടന്നു. കേശവൻ നായർ വീണ്ടും തലകുനിച്ച് പടികെട്ടിൽ തന്നെയിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിയ കണ്ണൻ നേരെ പോയത് ഭാർഗവന്റെ കുടിലേക്കാണ്. വിജനമായ പുൽപ്രദേശത്ത് ഒറ്റപ്പെട്ട ഒരു വീട്, ഒടിയന്റെ കുടി. ഇന്നത് കുറച്ച് ചാരം മാത്രമാണ്. നിർവികാരതയോടെ അവിടേക്ക് നടന്ന അയാളുടെ കണ്ണുകൾ കുടിലിന് മുന്നിൽ നിന്നപ്പോൾ പതിയെ പതിയെ സങ്കടത്തിൽ മുങ്ങിയ പക കൊണ്ട് തിളങ്ങി. ആ കുടിലേക്ക് നോക്കിയ അയാളുടെ ഓർമ്മകൾ വർഷങ്ങൾ പിന്നിലേക്ക് പോയി. ഇതുപോലെ കത്തിക്കരിഞ്ഞ കുടിലെ ചാരത്തിൽ അച്ഛനെയും അമ്മയും പോലും തിരിച്ചറിയാനാവാതെ നിന്ന ആ 5 വയസ്സുകാരൻ ചെക്കനായി അയാൾ മാറി. മേനി കണ്ട് കുതിച്ചവർക്ക് മുന്നിൽ മാറുമറച്ച് വീറ് കാട്ടാൻ ഇറങ്ങിയ നീലിക്കും അവളുടെ പറയനും തമ്പറക്കന്മാർ കൊടുത്ത ശിക്ഷ കുടിയടക്കം കത്തിച്ചു. അമ്മയും അച്ഛനും കൺമുന്നിൽ നിന്ന് കത്തിയപ്പോഴും കണ്ണീരൊഴുക്കാനല്ലാതെ ശിക്ഷ നടപ്പാക്കി മാതൃക കാട്ടി മേലാളന്മാർ പോയപ്പോ ബാക്കിയായത് എല്ലും തോലുമായ പീക്കിരി പയ്യൻ മാത്രം. അവൻ ചത്താലെന്ത് ജീവിച്ചാലെന്ത്, എണ്ണിപ്പെറുക്കി കിട്ടുന്നതുകൊണ്ട് പാതി വയറു മാത്രം നിറച്ച് ജീവിക്കുന്ന അവന്റെ കൂട്ടരും ഒരുപാട് നാളവനെ പോറ്റിയില്ല. ജീവിക്കാൻ, പട്ടിണിയില്ലാതെ ജീവിക്കാൻ കൊതി തോന്നി ആ ചെക്കൻ നാടുവിട്ടു. എങ്ങോട്ടെന്നില്ലാതെ നടന്ന അവൻ ചുണ്ടിൽ ഒരിറ്റ് വെള്ളമെങ്കിലും കിട്ടാൻ കൊതിച്ച് ഒട്ടിയ വയറും ഉന്തിയ നെഞ്ചുമായി എവിടെയോ വീണുപോയി. അവസാനമായി കണ്ണടയുമ്പോൾ കൺമുന്നിൽ അച്ഛനും അമ്മയും. അവര് വിളിക്കുന്നു. മരണം അന്ന് അവൻ കൺമുന്നിൽ കണ്ടു. പക്ഷേ അവൻ കണ്ണു തുറന്നു. നാട്ടുകാരുടെ പേടി സ്വപ്നമായ മേലാളന്മാരുടെ കാവലായ ഒടിയ മണിയന്റെ കൈകളിൽ അവൻ കണ്ണു തുറന്നു. കാലന്റെ കൈയാളെന്ന് നാട്ടുകാർ വിളിച്ച മണിയം കൊടുത്ത വറ്റും വെള്ളവും കുടിച്ച് അവൻ ജീവൻ വെച്ചു, ശരീരം വെച്ചു, പണിയെടുത്തു, വളർന്നു. പ്രായത്തിന്റെ ബുദ്ധിമുട്ടുകൾ ശരീരത്തെ ബാധിക്കാൻ തുടങ്ങും മുമ്പേ തന്റെ പിൻഗാമിയായി ഭാർഗവനെ കണ്ട് മണിയൻ അവനെ ഒടിവിദ്യ പഠിപ്പിച്ചു. എളുപ്പമല്ല ഒടിവിദ്യ പഠിക്കാൻ. ആയില്യ നാളിലെ അമാവാസിയിൽ ശ്മശാനത്തിലെ കുളത്തിൽ അരയോളം വെള്ളത്തിൽ നഗ്നനായി ഇറങ്ങി നിന്ന് പഠിപ്പിച്ച മന്ത്രങ്ങൾ 101 തവണ ഉറക്കി ചൊല്ലണം. ശ്മശാനത്തിലെ ഭൂമിയിലും ജലത്തിലുമുള്ള ഭൂതപ്രേത പിശാചുക്കൾ എല്ലാം തന്നെ അതിൽ നിന്ന് അയാളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും. ഭയന്നു പിന്മാറുന്നവൻ അതിനർഹനല്ല. കാരണം ഭയം എന്നാൽ ഒടിയനാവണം. ഒടിയനാവാൻ ഭയം പാടില്ല. കൺമുന്നിൽ സ്വന്തം മാതാപിതാക്കളെ തീഗോളമായി കണ്ടവന് മുന്നിൽ കൊടുങ്കാറ്റായും തീമഴയുമായി എത്തി ഭയപ്പെടുത്തിയവർക്കൊന്നും തന്നെ ജയിക്കാനായില്ല. അവൻ ഭയന്നില്ല. അവൻ അഗ്നിപരീക്ഷ വിജയിച്ചു.
മണിയൻ അവനെ ഒടിവിദ്യയുടെ കാതലായ മഷി ശേഖരിക്കുന്ന വിധിയും മന്ത്രതന്ത്രങ്ങളും പഠിപ്പിച്ചു. വേഷം മാറിയ ഒടിയും പ്രയോഗിക്കേണ്ട മർമ്മോദ്യകളും കളരി അടവുകളും മനുഷ്യ ശരീരത്തിലെ സകല നാഡീവ്യവസ്ഥകളും പഠിപ്പിച്ചു. മണിയൻ വിചാരിച്ചതിനേക്കാൾ മിടുക്കനായി അവൻ അതെല്ലാം പഠിച്ചു. അങ്ങനെ മർമ്മോദ്യകളിൽ അഗ്രഗണ്യനായ വെള്ളോടിയനായി മാറിയ അവന് അയാൾ മറ്റൊന്നുകൂടി പറഞ്ഞു കൊടുത്തു. ഇതുവരെ മണിയന് പോലും സ്വായത്തമാക്കാൻ പറ്റാതിരുന്ന അത്ഭുത വിദ്യ, പരകായ പ്രവേശം. നേടാനുള്ള വഴി അറിയില്ലെങ്കിലും നേടിയാലുള്ള ഗുണങ്ങൾ അയാൾ അവന് പറഞ്ഞു കൊടുത്തു. ആത്മാവില്ലാത്തതോ അല്ലെങ്കിൽ ആത്മാവിനെ ബലഹീനമാക്കിയതോ ആയ ഏതൊരു ശരീരത്തിലേക്കും നിന്റെ ആത്മാവിന് പൂർണ്ണ ശക്തിയോടെ പ്രവേശിക്കാം. നിന്റെ ശരീരം നശിക്കാത്തിടത്തോളം കാലം നിനക്ക് ഞൊടിയിടയിൽ കീഴ്പ്പെടുത്താവുന്ന ഏത് ശരീരത്തിലേക്കും കുടിയേറാം. യഥാർത്ഥ ശരീരം നശിച്ചാൽ കുടികൊള്ളുന്ന ശരീരത്തിൽ ആത്മാവില്ലെങ്കിൽ യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ അതിൽ ജീവിക്കാം. ആത്മാവുണ്ടെങ്കിൽ ആത്മാവിനെ നശിപ്പിച്ച് ആ ശരീരത്തിൽ ശിഷ്ടകാലം വസിക്കാം. നേട്ടങ്ങൾ മാത്രം പറഞ്ഞു കൊടുത്ത മണിയൻ നേടാനുള്ള വഴി പറഞ്ഞില്ല. അത് അയാൾക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഭാർഗവൻ വിട്ടില്ല. നേടാനുള്ള വഴിയായി ഭാർഗവൻ കണ്ടുപിടിച്ചത് സാക്ഷാൽ മാടനെയാണ്. തന്നെ ഉപാസിക്കുന്നവരെ ഏതൊരു വിധത്തിലും സഹായിക്കുന്ന മാടൻ എന്ന ഉപാസനാമൂർത്തി വഴി ഭാർഗവൻ ആ നേട്ടം കൊയ്യാനുള്ള വഴിയും കണ്ടെത്തി. പല നാട്ടിൽ അലഞ്ഞ് പല അറിവുകൾ നേടി തിരികെ ഒടിയന്തുരത്തിലെത്തി. ഏകനായി കഴിഞ്ഞ് അയാൾ മന്ത്രങ്ങളും ആഭിചാര ക്രിയകളും കൊണ്ട് ആ സിദ്ധി നേടി, പരകായ സിദ്ധി. പരകായ സിദ്ധി നേടിയെങ്കിലും ശക്തനായ ഭാർഗവന്റെ ആത്മാവിനെ സാധാരണ ഒരു ശരീരത്തിന് ഉൾക്കൊള്ളാനാവില്ലായിരുന്നു. ഭാർഗവൻ കാത്തു, വർഷങ്ങൾ കാത്തു. അവസാനം തന്നെ അന്വേഷിച്ച് വന്ന പോലെ ഒരുവൻ, കണ്ണൻ. ആദ്യ കാഴ്ചയിൽ തന്നെ പ്രകടമായ അവന്റെ ധൈര്യം, എന്തിനു പോന്ന മനഃശക്തി, കാളക്കൂറ്റന്റെ ശരീരം. തന്റെ ആത്മാവിന് കുടിയേറാൻ ഇതിലും നല്ലൊരു ശരീരമില്ലെന്ന് ഭാർഗവൻ അന്ന് ഉറപ്പിച്ചു. അന്ന് നോക്കുമർമ്മം ഉപയോഗിച്ച് വരുതിയിലാക്കി ശരീരത്തിന് കേടുപാടുകളൊന്നും സംഭവിക്കാത്ത രീതിയിൽ കണ്ണനെ മയക്കിക്കിടത്തി. അവിടെ വെച്ച് തന്നെ മന്ത്രങ്ങളുടെ ശക്തിയിൽ അയാളുടെ ആത്മാവിനെ വേർപെടുത്തി ശരീരം ഭാർഗവൻ സൂക്ഷിച്ചു. തന്നെ കാവലായി ഉപയോഗിച്ച കേശവനായരുടെ വീട്ടിൽ തന്റെ കാവലായി ഭാർഗവൻ ഒരു ശിഷ്യനെ നിർത്തിയിരുന്നു. ഒരു കരിമ്പൂച്ചയുടെ രൂപത്തിൽ. ലക്ഷ്മിയെ മോഹിച്ച് അവളുടെ വാക്കുകേട്ട് തന്നെ ഇല്ലായ്മ ചെയ്യാൻ അയാൾ തീരുമാനിച്ച വിവരം അവൻ അറിയിച്ചപ്പോ തന്റെ പരകായ പ്രവേശത്തിന് പറ്റിയ സമയം ഇതാണെന്ന് ഭാർഗവൻ തീരുമാനിച്ചു. തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരെ ഉന്മൂലനം ചെയ്യാനും. അന്ന് ഭാർഗവന്റെ മരണം നടന്ന രാത്രിയിൽ അയാൾ കുടിൽ നിന്ന് പുറത്തുപോയതും ലക്ഷ്മിയും ഗുരുക്കളും ശിഷ്യരും അകത്തു കയറിയിരുന്നു. പക്ഷേ ഭാർഗവൻ അവർക്ക് മുന്നേ കരുക്കൾ നീക്കി തുടങ്ങിയിരുന്നു. അന്നത്തെ അമാവാസിയിൽ കരിമ്പനയുടെ ചുവട്ടിൽ വശീകരിച്ചു കൊണ്ടുവന്ന സുന്ദരിയുടെ മുഖത്ത് നോക്കിയ ഭാർഗവന്റെ കണ്ണിൽ ആദ്യമായി മന്ത്രങ്ങളുടെ തീക്ഷ്ണതയ്ക്കൊപ്പം പകയുടെ സന്തോഷവും തെളിഞ്ഞു. ആർക്കു വേണ്ടിയാണോ ലക്ഷ്മി തന്നെ കൊല്ലാൻ ഇറങ്ങിപ്പുറപ്പെട്ടത്, അവൾ തന്റെ മുന്നിൽ. പാർവതി, ലക്ഷ്മിയുടെ സഹോദരി. അയാളുടെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു. രക്ഷിക്കാനും സ്നേഹത്തിന്റെ വിലയറിയിക്കാനും കൊല്ലാൻ തീരുമാനിച്ച ലക്ഷ്മിയോട് കൊല്ലുന്നതിന് മുമ്പ് ക്രൂരമായ ചിരിയോടെ കണ്ണിൽ നോക്കി ഭാർഗവൻ പറഞ്ഞിരുന്നു, അന്ന് രാത്രി കൊണ്ടുവന്ന ഒടിമരുന്ന് പാർവതിയുടെ കുഞ്ഞിന്റെ ജീവനാണെന്ന്. അതിനുശേഷം ചിന്തിക്കാനോ സംസാരിക്കാനോ സമയം നൽകാതെ നരകവേദനയുടെ കൊടുമുടിയിൽ നിർത്തി ഭാർഗവൻ ലക്ഷ്മിയെയും കൊന്നു. അവസാനമായി കണ്ണടഞ്ഞപ്പോൾ അവൾ കണ്ടു, മുന്നിൽ നിന്ന കണ്ണിന് പകരം ചുണ്ടിൽ ക്രൂരതയുടെ ചിരിയുമായി ഭാർഗവനെ. കേളകത്ത് തറവാട്ടിൽ കേശവൻ നായർ ഊണുമുറക്കവുമില്ലാതെ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി കുത്തിയിരുന്നു. ഉറങ്ങാൻ കണ്ണടച്ചാൽ മുന്നിൽ വരുന്ന ഭാർഗവൻ. ഭ്രാന്ത് പിടിച്ചെന്ന് തോന്നിപ്പിക്കുന്ന പോലെ അയാൾ എല്ലാവരോടും പെരുമാറി. പല തവണ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ വിജയിച്ചില്ല. നിന്റെ മരണം എന്റെ കൈകൊണ്ടാണെന്ന് ഭാർഗവൻ വിളിച്ചു പറയുന്നത് പോലെ അവസാനം അയാൾ എല്ലാ വിധത്തിലും ഒടിയനെ നേരിടാൻ തീരുമാനിച്ചു. ആരെയും വിശ്വസിക്കാനാവില്ല. അയാൾ കുഞ്ചുവിനെയും കുറച്ച് ആളുകളെയും മാത്രം നിർത്തി ബാക്കി എല്ലാവരെയും പറഞ്ഞയച്ചു. ഒടിയനെ നേരിടാൻ മന്ത്രവും തന്ത്രവും ഒരുപോലെ വേണം. അതിനായി മന്ത്രതന്ത്ര വിധികളിൽ പേരുകേട്ട പൂമനക്കൽ നമ്പൂതിരിയെ കേശവൻ നായർ നേരിട്ട് ചെന്ന് കണ്ട് കാലിൽ വീണ് സഹായം ചോദിച്ചു. മടങ്ങ് വഴി വള്ളുവനാട്ടിലെ പേരെടുത്ത കളരിക്കാശാനായ വീരഭദ്രക്കുറുപ്പിന്റെ കളരിയിലും കയറി. 12 കളരിക്കാശാനും ബാലൻഗുരുക്കളുടെ പ്രിയ ശിഷ്യനുമായ വീരഭദ്രൻ തന്റെ ഗുരുവിനെ കൊന്നവനോട് പ്രതികാരം ചെയ്യാനുള്ള അവസരമായി കണ്ട് കേശവൻ നായരുടെ അപേക്ഷ സ്വീകരിച്ചു. കേശവൻ നായർക്ക് പകുതി ആശ്വാസമായി. ഇനി തന്നെ കൊല്ലണമെങ്കിൽ അതത്ര എളുപ്പമാവില്ല ഭാർഗവന്. അയാൾ കുഞ്ചനെയും പരിവാരങ്ങളെയും കൂട്ടി നാട്ടിലേക്ക് തിരിച്ചു. 2 ഇടത്തും കയറി 2 ഇടത്തും വേണ്ട സൽക്കാരങ്ങൾ സ്വീകരിച്ച് തിരിച്ചപ്പോൾ നേരം അല്പം വൈകിയിരുന്നു. യാത്രാ സൗകര്യങ്ങൾ പൊതുവെ കുറവായിരുന്ന സ്വന്തം ദേശത്ത് കാലുകുത്തിയപ്പോ സമയം രാത്രി 10 കഴിഞ്ഞു. തമ്പ്ര, ഇരുട്ട് വീണു. ഇനി യാത്ര വേണോ?
കുഞ്ചു ചോദിച്ചു. അല്ലാതെ എന്താ ചെയ്യാ, വേറെ എങ്ങോട്ടാ പോവാ, വീട്ടിലേക്ക് തന്നെ പോണം. അല്പം ഭയമുണ്ടെങ്കിലും നായർ കുഞ്ചുവിനോട് പറഞ്ഞു. ഇനി ഒന്നും ചെയ്യാനില്ല, നടക്കുക മാത്രമേ വഴിയുള്ളൂ. കേശവൻ നായർക്ക് ലേശം ഭയമായി. പക്ഷേ ഒടിയന്റെ ഒരു വാക്ക്, അടുത്ത അമാവാസിക്ക് കൊല്ലുള്ളൂ. അപ്പോ അമാവാസി വരെ തനിക്ക് ആയുസുണ്ട്. നാളെ കഴിഞ്ഞാണ് അമാവാസി. വേഗം വീട് പിടിക്കുക തന്നെ. അയാൾ ഭയത്തോടെ വേഗം നടന്നു. പിന്നാലെ കുഞ്ചുവും ബാക്കിയുള്ളവരും. നടന്ന് നടന്ന് കേശവൻ നായരും പരിവാരങ്ങളും അയാളുടെ തന്നെ സ്വന്തമായ ഒരു കവുങ്ങിൻതോട്ടത്തിലുള്ള വഴിയിലെത്തി. വീട്ടിലേക്ക് ഇനിയും കുറച്ചധികം ദൂരം ബാക്കിയുണ്ടായിരുന്നു. കണ്ണിലും മനസ്സിലും ഭയം നിറഞ്ഞ അവരെല്ലാം നേരെ നിലത്ത് മാത്രം നോക്കിയാണ് നടന്നത്. പെട്ടെന്ന് എന്തോ ഒരു ശബ്ദം കേട്ട് ഒരു നിമിഷം വലത്തേക്ക് നോക്കിയ കുഞ്ചൻ ഒച്ച വെച്ചു. തമ്പ്ര, നമ്മുടെ അടക്കയൊക്കെ ആരും മോഷ്ടിക്കുന്നു. അത് കേട്ടതും മറ്റെല്ലാം മറന്ന് അയാൾ അങ്ങോട്ട് നോക്കി. ശരിയാണ്, കുറച്ചുപേര് കൂട്ടിയിട്ടിരിക്കുന്ന അടക്കയെല്ലാം ചാക്കിലാക്കിക്കൊണ്ടിരിക്കുന്നു. നോക്കി നിൽക്കാതെ പിടിക്കടാവന്മാരെ, അയാൾ അലറി. കൂടെ ഉണ്ടായിരുന്ന 5 പേരിൽ കുഞ്ചൻ ഒഴികെ ബാക്കി എല്ലാവരും അങ്ങോട്ടേ കൂടി. പേടിയെല്ലാം മറന്ന് തന്റെ മുതൽ കട്ടെടുക്കാൻ നോക്കിയവരെ കൊല്ലാനുള്ള ദേഷ്യത്തിൽ അയാളും വടിയും കുത്തിപ്പിടിച്ച് മുന്നോട്ട് നടന്നു. തലയ്ക്ക് പിന്നിൽ നിന്ന് വലിയൊരു ശബ്ദം കേട്ട കേശവൻ നായർ ഞെട്ടി വിറച്ച് പിന്നിലേക്ക് നോക്കി. ചെവിയിൽ നിന്നും മൂക്കിൽ നിന്നും ചോരയൊലിപ്പിച്ച് നിലത്ത് കിടന്ന് പിടയുന്ന കുഞ്ചൻ. അയാൾ പേടിച്ച് വിറച്ച് പിന്നിലേക്ക് വീണു. വീണതുപോലെ തന്നെ അയാൾ നിരങ്ങി പിന്നിലേക്ക് പോയി. പിടയുന്ന കുഞ്ചനെ നോക്കി അയാൾ പിന്നിലേക്ക് കഴിഞ്ഞു. പക്ഷേ എവിടെയോ ചെന്ന് മുട്ടി. എവിടെയോ അല്ല, ആരുടെ ശരീരമാണ്. നല്ല മാർദ്ദവുമുള്ള ശരീരം, നല്ല സുഗന്ധം. തമ്പ്ര, കൊഞ്ചലോടെയുള്ള ആ വിളി കേട്ട കേശവൻ നായർക്ക് ജീവൻ പോകുന്ന പോലെ തോന്നി. ഈ ശബ്ദം ലക്ഷ്മി. അയാൾ തിരിഞ്ഞു നോക്കി. അന്ന് ഭാർഗവനെ കൊല്ലാൻ പോയ അതേ രൂപം. ഒരു കസവും കൊണ്ട് മാത്രം ദേഹത്ത് ചുറ്റി പൊന്നിന്റെ നിറമുള്ള പെണ്ണ്. അവൾ ലാസ്യവതിയായി അയാളെ ചുറ്റിപ്പിടിച്ച് ചേർത്തിരുത്തി. അയാൾ പേടിച്ചലറി. ആട്ടിമുടി വിറച്ച് പിടഞ്ഞെഴുന്നേറ്റ് അയാൾ ഓടി. പേടിച്ചോടിയ വഴി കയറി ചവിട്ടിയത് മുണ്ടിൽ തന്നെ. അതഴിഞ്ഞ് നിലത്ത് വീണു. തിരിച്ചെടുക്കാനും വയ്യ. അയാൾ മുന്നോട്ട് തന്നെ ഓടി. പുറത്തേക്ക് ചാടിയ വയറും ഭാരമുള്ള ശരീരം കൊണ്ട് അയാൾ എത്ര ദൂരം ഓടാൻ. അയാൾ തെന്നിത്തെറിച്ച് നിലത്ത് വീണു. മേൽമുണ്ടും മരയിൽ ചുറ്റിയതും എല്ലാം പോയി. വെറും കോണകം മാത്രം ധരിച്ച് അയാൾ അവിടെ കിടന്നു. ചുറ്റും നേർത്ത മഞ്ഞ് നിറഞ്ഞ തോട്ടത്തിന്റെ നടുവിലെ ചെറിയ വഴിയുടെ അറ്റത്ത് അയാൾ കണ്ടു, കറുത്ത കരിമ്പടം പൊതിച്ച് ഇരുട്ടിൽ തിളങ്ങുന്ന വേട്ടനായുടെ കണ്ണുകളുമായി ദേഹത്തെല്ലാം കറുത്ത രോമങ്ങളോടുകൂടി പൂർണ്ണ നഗ്നനായ ശക്തനായ ഒരുവൻ. കണ്ണൻ. മുന്നിലുള്ളത് കണ്ണനാണെങ്കിലും അത് യാഥാർത്ഥ്യത്തിൽ ആരാണെന്ന ബോധം തലയിലേക്ക് കയറുന്നതിന് മുന്നേ അയാൾ പിന്നിലേക്ക് നടന്ന് ഓടാൻ വേണ്ടി തിരിഞ്ഞു. തിരിഞ്ഞതും അയാളുടെ തൊട്ടു മുന്നിൽ ഒരു കുറിയ വികൃത രൂപം. അത് പെട്ടെന്ന് പാഞ്ഞു വന്ന് അയാളുടെ മുഖത്ത് ആഞ്ഞടിച്ചു. കേശവൻ നായരുടെ ബോധം പോയി. പിറ്റേന്ന് ബോധം വീഴുമ്പോ കവലയിൽ പകൽ വെളിച്ചത്തിൽ വെറും കോണകം മാത്രം ധരിച്ച് കിടക്കുകയായിരുന്നു കേശവൻ നായർ. അയാൾ ചുറ്റും നോക്കി. വഴിയരികിലും കടകളിലും ഇരുന്ന് തന്നെ നോക്കിച്ചിരിക്കുന്ന ആൾക്കാർ. തന്റെ തന്നെ പണിക്കാരായ പെണ്ണുങ്ങളും ആണുങ്ങളും ആ കൂട്ടത്തിലുണ്ട്. ഭൂമി വളർന്ന് താഴേക്ക് പോയിരുന്നെങ്കിൽ എന്നയാൾ ആശിച്ചു. നാണം മറയ്ക്കാൻ ഒരു തുണി അന്വേഷിച്ച കേശവൻ നായർക്ക് ചുറ്റും കൂടിയ മുഖങ്ങളിലൊന്നിലും അനുകമ്പ കാണാൻ സാധിച്ചില്ല. എവിടെ നാണം മറക്കണമെന്നറിയാതെ അയാൾ വിഷമിച്ചു. ശരീരമാസകലം വേദന. മുഖത്ത് നീര് വന്ന് വീർത്തു തുടങ്ങി. കൂടെ അപമാന ഭാരവും. അയാൾ കൈകൊണ്ട് പൊത്തി നാണം മറച്ച് പതിയെ കൈകുത്തി എഴുന്നേറ്റ് വേച്ച് വേച്ച് നടക്കാൻ തുടങ്ങി. പട്ടിണി പാവങ്ങളെ അടിമകളാക്കി അനുസരിപ്പിച്ച് ജീവിച്ച തമ്പുരാൻ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ നടന്നു നീങ്ങുന്നത് ചിലർ പുച്ഛത്തോടെയും ചിലർ പകയോടെയും നോക്കി. തല കുനിച്ച് നിലത്ത് നോക്കി നടന്ന അയാൾക്ക് മുന്നിൽ പെട്ടെന്ന് മുണ്ടുമായി ഒരു കൈ പ്രത്യക്ഷപ്പെട്ടു. അത് കൊണ്ടുതന്ന മുഖത്തേക്ക് ഒന്നേ നോക്കിയുള്ളൂ. പകയോ ദേഷ്യമോ ഭയമോ എന്തു പ്രകടിപ്പിക്കണമെന്നറിയാതെ അയാൾ നിന്നുപോയി. സഹായത്തിന് ആളെ കൂട്ടാൻ പോയതല്ലേ, ഇന്നലെ തീർക്കാൻ തന്നെയാ വന്നത്. പക്ഷേ ഒരു കീടമായ നിന്നെ മാത്രം കൊല്ലുന്നതാണോ, അതോ നീ വിളിച്ചു വരുത്തുന്ന നമ്പൂതിരിയും ചേകവനെയും ജയിച്ച് നിന്നെ കൊല്ലുന്നതാണോ നല്ലതെന്ന് ആലോചിച്ചപ്പോ രണ്ടാമത്തേത് മതിയെന്ന് ഓർത്തു. ഒടിയന് അതും ഒരു അലങ്കാരാവട്ടെ. ഇനി അവര് വന്നാലും ഇല്ലെങ്കിലും ഈ അമാവാസിക്കപ്പുറം നിന്റെ ആത്മാവിനെ ഞാൻ ഈ ഭൂമിയിൽ വാഴിക്കില്ല. ഭയത്തിൽ പാതി ചെത്ത അയാളുടെ മുഖത്തോട് ചേർന്ന് നിന്ന് കണ്ണൻ പറഞ്ഞത് അയാളുടെ ഭയം വീണ്ടും കൂട്ടി. അമാവാസി ദിനം. സൂര്യൻ അസ്തമയത്തിനായി പടിഞ്ഞാറക്കെത്തുന്നതിന് മുന്നേ തന്നെ കേശവൻ നായരുടെ വീട്ടിൽ സർവ്വസന്നാഹങ്ങളുമായി വീരഭദ്രനും പൂമനക്കൽ നമ്പൂതിരിയും തയ്യാറായി. ചുവന്ന പട്ട അരയിൽ ചുറ്റി ഒരു പന്തവും ചെറിയ മന്ത്രവാദ കളവുമായി നമ്പൂതിരി തയ്യാറായിക്കൊണ്ടിരുന്നു.
മന്ത്രവാദങ്ങളോടും ആഭിചാരങ്ങളോടും കടുത്ത വിരോധമുണ്ടായിരുന്ന വീരഭദ്രൻ പൂമനക്കൽ നമ്പൂതിരിയെ തീരെ ഗവനിച്ചില്ല. വീടിന്റെ പൂമുഖത്ത് കർമ്മങ്ങൾ ചെയ്യുന്ന അയാൾക്ക് മുന്നിൽ ഒടിയൻ എത്തില്ല, അതിനു മുന്നേ അവനെ തീർക്കും എന്നുള്ള ഉറച്ച വിശ്വാസം അയാൾക്കുണ്ടായിരുന്നു. ആദരവും ബഹുമാനവും മാത്രം സ്വീകരിച്ച് ശീലിച്ച പൂമനക്കൽ നമ്പൂതിരിക്ക് വീരഭദ്രന്റെ അനാദരവ് കടുത്ത അമർഷമുണ്ടാക്കി. ഒടിയൻ വീരഭദ്രന്റെ കയ്യിൽ നിൽക്കില്ലെന്ന പൂർണ്ണ ബോധ്യമുണ്ടായിരുന്ന നമ്പൂതിരി സ്വന്തം കഴിവിലവനെ കീഴ്പ്പെടുത്തുമെന്ന് ഉറപ്പിച്ചു. സൂര്യൻ അസ്തമിച്ചു. വൃശ്ചിക മാസത്തിലെ 2ാം അമാവാസി. കണ്ണിൽ കുത്തുന്ന ഇരുട്ടിനെ അല്പം മാത്രം മറച്ച് പൂമുഖത്ത് നമ്പൂതിരി കത്തിച്ചു വെച്ചിരിക്കുന്ന ഒരു പന്തം മാത്രം. ചുറ്റുമതിലിന് മുകളിലും താഴെയും പടിപ്പുരയിലും വീടിന് പുറത്തും വീരഭദ്രന്റെ ശിഷ്യർ സായുധരായി നിന്നു. പൂമുഖത്ത് പൂമനക്കൽ നമ്പൂതിരിയും കയ്യാളും, കേശവൻ നമ്പൂതിരിയും വീരഭദ്രനും മാത്രം. ചുറ്റും ശ്മശാന മൂകത. ചെറിയ മൂടൽമഞ്ഞിനൊപ്പം പന്തത്തിന്റെ പുകയും ഉയർന്ന് ഇരുട്ടിനൊപ്പം നിലകൊണ്ടു. ഒരില അനങ്ങിയാൽ പോലും അറിയാവുന്നത്ര നിശബ്ദത. സത്യത്തിൽ അവരുടെ രണ്ടുപേരുടെയും നടുക്ക് നിൽക്കുമ്പോഴും കേശവൻ നായർ ഭയന്ന് വിറച്ചിരുന്നു. ആ നിശബ്ദതയെ ഭേദിച്ച് പടിപ്പുരയിൽ ഒരു ആട്ടിൻകുട്ടിയുടെ നിലവിളി ഉയർന്നു. എല്ലാവരുടെയും ശ്രദ്ധ പടിപ്പുരയിലേക്കായി. പക്ഷേ ആരും ഒന്നും കണ്ടില്ല. പെട്ടെന്ന് ഒരു കറുത്ത ആട്ടിൻകുട്ടി പടിപ്പുര കടന്ന് അകത്തേക്ക് ഓടിക്കയറി. പക്ഷേ മുൻകാലുകൾ മാത്രമേ അതിന് പടിപ്പുരക്കകത്ത് കുത്താൻ കഴിഞ്ഞുള്ളൂ. പിൻകാലുകൾ കുത്തുന്നതിന് മുന്നേ തന്നെ വായുവിൽ നിന്ന് വീശിയ ഒരു ചുരികയിൽ അതിന്റെ തലയറ്റ് ആട്ടിൻകുട്ടി നിലത്ത് വീണു. നിമിഷാർദ്ധം പോലും ആലോചിക്കാതെയുള്ള നീക്കം. മുന്നിൽ വരുന്ന എന്തിനേയും സംശയം തോന്നിയാൽ കൂടെയുള്ളവനെ പോലും കൊല്ലാൻ മാത്രമാണ് വീരഭദ്രൻ ശിഷ്യർക്ക് നിർദ്ദേശം കൊടുത്തത്. ശിഷ്യരുടെ ചടുല നീക്കം കണ്ട വീരഭദ്രന്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. പക്ഷേ അതിനത്ര ആയുസുണ്ടായില്ല. ഒരുപാട് ആടുകളുടെ ഉച്ചത്തിലുള്ള കൂട്ടമായി നിലവിളി അവിടെ കേട്ടു. ശബ്ദം കേട്ട അടുത്ത നിമിഷം വലിയ കൂട്ടം ആടുകൾ പടിപ്പുരക്കകത്തേക്ക് ഇടിച്ചു കയറി. എന്തോ കണ്ട് പേടിച്ചെന്ന പോലെ അവയെല്ലാം 4 പാടും ഓടി. അകത്ത് കയറിയവയെല്ലാം പടിപ്പുരയിലും അകത്തുമായി നിന്ന വീരഭദ്രന്റെ ശിഷ്യരുടെ വാളിന്റെയും ചുരുകയുടെയും വേഗതയും മൂർച്ചയും അറിഞ്ഞു. ഒന്നുപോലും ബാക്കിയില്ലാതെ എല്ലാത്തിനെയും അവർ കൊന്നു. അവസാനം ബാക്കിയായ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ മാത്രം അവിടെ മുഴങ്ങി. രണ്ടാമതൊരു കരച്ചിലിന് അവസരം നൽകാതെ അതിന്റെ കഴുത്തിലും ഒരു കത്തി കയറി. അത് നിലത്ത് കിടന്ന് പിടഞ്ഞു. ആ വലിയ മുറ്റം ആടുകളും ചോരയും കൊണ്ട് നിറഞ്ഞു. കൂടെ ചോരയിൽ കുളിച്ച കാവൽക്കാരും. ഇക്കൂട്ടത്തിലുണ്ടോ ഭാർഗവൻ? അവൻ ചത്തോ? ഏതെങ്കിലും തരത്തിലൊരു ആശ്വാസ വാർത്ത കേൾക്കാൻ കൊതിച്ച് കേശവൻ നായർ ആരോടുന്നില്ലാതെ ചോദിച്ചു. ആടുകൾ മുഴുവൻ എന്തോ കണ്ട് പേടിച്ചിരുന്നു. അതൊരിക്കലും കൂട്ടത്തിലുള്ള ആടുവേഷത്തിലുള്ള ഒടിയനെയല്ല. കാരണം അവ കൂട്ടമായി തന്നെയാണ് വന്നത്. ഇതിനകത്തേക്ക് തന്നെ അവയെ ഓടിച്ചു കയറ്റിയത് അവനാണ്. ചത്ത് മലച്ചു കിടക്കുന്ന ആടുകളെ നോക്കിക്കൊണ്ട് പൂമനക്കൽ നമ്പൂതിരി പറഞ്ഞു. അവരത് പറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ ചുറ്റുമതിലിന് മുകളിൽ കാവൽ നിന്ന ഓരോരുത്തരായി വെട്ടിയിട്ട ചക്ക പോലെ നിലത്ത് വീണു. ഒന്നിനു പിറകെ ഒന്നായി വലത്തു നിന്നും ഇടത്തു നിന്നും കാവൽ നിന്ന ശിഷ്യർ നിലത്തേക്ക് വീണു. ചെറുതായി മാത്രം ഇരുട്ടിനോട് പൊരുത്തപ്പെട്ട കാഴ്ചയിൽ അവർ ഓരോരുത്തരായി നിലത്ത് വീഴുന്നത് വീരഭദ്രനും കൂട്ടരും കണ്ടു. പന്തം തെളിയിക്കടാ! വീരഭദ്രൻ ശിഷ്യർക്ക് ആജ്ഞ കൊടുത്തു. അവർ ഓരോരുത്തരായി പന്തം തെളിച്ചു. സർപ്പദംശനം കൂടിയ വിഷമാണ്. കടിക്കുന്നത് പോലും ഇവർ അറിഞ്ഞിട്ടുണ്ടാവില്ല. അവരെ പരിശോധിച്ച ഒരുവൻ കൂടെ ഉണ്ടായിരുന്നവനോട് പറഞ്ഞു, സർപ്പദംശനാണ്. കേട്ടയാൾ ഉടനെ തന്നെ പൂമുഖത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. അത് കേട്ട കേശവൻ നായർ നിലത്ത് ചുറ്റും നോക്കി. ഇനി നിലത്ത് പാമ്പുണ്ടാവുമെന്ന പോലെ. അപ്പോഴും പൂമുഖത്തിന് ഇടതുവശത്ത് നിന്ന് ഒരുവൻ പന്തം കത്തിക്കാൻ തീ അന്വേഷിക്കുകയായിരുന്നു. അടുത്തു നിന്ന് മറ്റൊരാളുടെ കയ്യിൽ നിന്ന് കിട്ടിയ ചെറിയ പന്തം വാങ്ങി കയ്യിലുള്ള പന്തത്തിന് തീ കൊളുത്തി അയാൾ തൊട്ടടുത്ത് വീണ് കിടന്നവനെ പരിശോധിച്ചു. പക്ഷേ അത് അവരുടെ കൂടെയുള്ളവനായിരുന്നില്ല. അത് മനസ്സിലാക്കി എന്തെങ്കിലും ചെയ്യുന്നതിന് മുന്നേ തന്നെ താഴെ കിടന്നയാൾ അവന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് തിരിച്ച് പിടലി ഓടിച്ചു. മറ്റൊരു കൈ പൊളിഞ്ഞു വന്ന വായിൽ കടത്തി അണ്ണാക്കിൽ കുത്തി. അയാൾ നിലവിളിച്ച് തൊണ്ട പൊത്തി നിലത്തിരുന്നു. കണ്ണടച്ച് തുറക്കും മുന്നേ ഇതെല്ലാം സംഭവിച്ചു. അയാളുടെ ഒച്ച കേട്ട് അടുത്തു നിന്നവൻ ഓടി വന്നു. എന്തൊക്കെയോ പറയാൻ ശ്രമിച്ച അയാളുടെ വായിൽ നിന്ന് ശബ്ദമൊന്നും പുറത്തു വന്നില്ല. ഇങ്ങനെ ആളൊന്നു വെച്ച് എല്ലാവരും ഓരോരുത്തരെ പരിശോധിക്കുന്ന നേരത്ത് പടിപ്പുരയിൽ ഒരു മനുഷ്യരൂപം പ്രത്യക്ഷപ്പെട്ടു. മുറ്റത്ത് പെട്ടെന്ന് ശക്തിയായി കാറ്റ് വീശി. പടിപ്പുര കടത്തി ശിഷ്യർ കത്തിച്ച പന്തത്തിന്റെ വെളിച്ചത്തിൽ പൂമുഖത്ത് നിന്ന് 3 പേരും നിഴൽ പോലെ കറുത്ത ആ രൂപം കണ്ടു. പക്ഷേ മുഖം വ്യക്തമല്ല. പടിപ്പുരയിൽ നിന്ന് അയാൾ പതിയെ വിളിച്ചത് പൂമുഖത്ത് നിന്ന് കേശവൻ നായർ വ്യക്തമായി കേട്ടു. അയാളുടെ നട്ടലിലൂടെ ഒരു തണുപ്പ് കടന്നുപോയി. കുഞ്ചൻ! അയാൾ പതിയെ പറഞ്ഞു. കുഞ്ചനെ ആക്രമിക്കാൻ ശിഷ്യർ ഓടി വന്നെങ്കിലും ഞൊടിയിടയിൽ കുഞ്ചൻ അപ്രത്യക്ഷനായി. എന്താണ് ചുറ്റും നടക്കുന്നതെന്നറിയാതെ വീരഭദ്രനും കേശവൻ നായരും അന്താളിച്ചു. കൺകെട്ട്! ഒടിയന്റെ കൺകെട്ടാണിത്. പൂമനക്കൽ നമ്പൂതിരി പടിപ്പുരയിലേക്ക് നോക്കി പറഞ്ഞു.
മായം കാട്ടാതെ നേരിട്ട് വാടാ ഓടിയ. നേർക്ക് നേർ കാണട്ടെ നിന്നെ. ഭീരുവിനെ പോലെ മറഞ്ഞു നിന്നാണോ നിന്റെ വെല്ലുവിളി? നേർക്ക് നേർ വാടാ. വീരഭദ്രൻ മുറ്റത്തേക്കിറങ്ങി അലറി. ഒന്നും സംഭവിച്ചില്ല. പിന്നീട് 1-2 നിമിഷത്തേക്ക് ഒരു ശബ്ദവും കേട്ടില്ല. പെട്ടെന്ന് കരിമ്പടം പൊതിച്ച് മൂക്കത്തും ദേഹത്തും ചായം പുരട്ടി നഗ്നനായ ഒരു പോത്തിന്റെ പുറത്തു കയറി കണ്ണൻ പടിപ്പുര കടന്നു വന്നു. സാക്ഷാൽ കാലനെ കണ്ട പോലെ എല്ലാവരും ഒന്ന് ഭയന്നു. പക്ഷേ ശിഷ്യരിൽ ഒരാൾ വേഗത്തിൽ ചൂടുവെച്ച് കണ്ണഞ്ചിക്കുന്ന വേഗത്തിൽ കണ്ണന് നേരെ ചുരിക വീശി. കണ്ണന്റെ മുഖത്തന്നേരം ഒരു വന്യമായ പുഞ്ചിരി ഉണ്ടായിരുന്നു. ചുരിക വളച്ച് വീശി ഉയർന്നു ചാടിയ അവനെ പോത്തിനു മുകളിൽ നിന്നിറങ്ങി മുന്നിലേക്ക് കയറി നിന്ന് കണ്ണൻ കാലിൽ പിടിച്ച് നിലത്തടിച്ചു. നെഞ്ചു തല്ലി നിലത്ത് വീണ അയാൾക്ക് ഒരു നിമിഷം പോലും നൽകാതെ കാലിൽ പിടിച്ച് മടക്കി കാൽമുട്ടിലും തുടയിലും കൈവിരൽ മടക്കി ആഞ്ഞു കുത്തി. കാലിലെ വേദന കൊണ്ട് പൊളഞ്ഞ അയാൾ കഴുത്ത് പിന്നിലേക്ക് ഉയർത്തിയതും കണ്ണൻ അയാളുടെ താടിക്ക് പിടിച്ച് കഴുത്ത് തിരിച്ചൊടിച്ചു. ശേഷം മറ്റുള്ളവർക്ക് നേരെ കണ്ണൻ തിരിഞ്ഞു. പടിപ്പുരയുടെ വാതിലിന് ഇരുവശത്തും എരിയുന്ന 2 പന്തങ്ങളുടെ നടുവിൽ നാഗരൂപത്തിൽ നിൽക്കുന്ന അയാളുടെ വായിൽ നിന്ന് സർപ്പത്തിന്റെ നാക്കുകൂടി കണ്ടതോടെ വീരശൂര പരാക്രമങ്ങൾ എന്ന ആളുകൾ പറഞ്ഞിരുന്ന വീരഭദ്രന്റെ ശിഷ്യർ വിറക്കാൻ തുടങ്ങി. ഭയന്നു നിന്നവർക്ക് മുന്നിൽ വിഷവും ചോരയും വായിലെ ദ്രംശകളിൽ നിന്നുറ്റിച്ച് ക്രൂരമായ ചിരിയോടെ കണ്ണൻ നിന്നു. കൊല്ലവനെ! ദേഷ്യത്തിൽ ചുവന്ന കണ്ണുകളോടെ വീരഭദ്രൻ അലറി. പറഞ്ഞത് ശിഷ്യന്മാരോടാണെങ്കിലും ചെയ്തത് കണ്ണനായിരുന്നു. തന്റെ നാഗരൂപം കണ്ട് ഭയന്നു നിൽക്കുന്ന അവരുടെ മനസ്സിനെ കീഴടക്കാൻ അയാൾക്ക് തെല്ലും ബുദ്ധിമുട്ടുണ്ടായില്ല. ആക്രമിക്കാൻ പോയിട്ട് കൈ ഉയർത്താൻ പോലും സാധിക്കാതെ ഒരു മായിക ചിന്തയിലായ അവർക്കൊപ്പം വീരഭദ്രൻ എത്തുന്നതിന് മുന്നേ തന്നെ മിന്നലിന്റെ വേഗത്തിൽ കണ്ണൻ അവരെയെല്ലാം കത്തിക്കൊണ്ട് കഴുത്തു മുറിച്ച് കൊന്നുകളഞ്ഞു. വളരെ വേഗത്തിൽ കുതിച്ചെത്തിയ വീരഭദ്രന് മുന്നിൽ കണ്ണൻ നേർക്ക് നേർ വന്നു നിന്നു. വീരഭദ്രൻ ഇടതുകാൽ പിന്നിലേക്ക് നീക്കി അശ്വടിവിൽ അമർന്ന് മുകളിലേക്ക് കുതിച്ചു പൊങ്ങി നീക്കച്ചുവട് നീങ്ങി വലതു കൈ ചൂണ്ടുവിരൽ കണ്ണന്റെ കഴുത്തിന് നേരെ പായിച്ചു. അശ്വടിവിലെ ആക്രമണങ്ങൾ മാരകമാണ്. കുതിരച്ചാട്ടം, ഒടുക്കക്കൈ എന്നിവ പ്രയോഗിച്ചാൽ മരണം വരെ സംഭവിക്കാം. കണ്ണൻ തന്റെ തൊണ്ടകുഴിക്ക് നേരെ വരുന്ന വീരഭദ്രന്റെ കൈ മിന്നൽ വേഗത്തിൽ ഒഴിഞ്ഞു പിടിച്ച് വായുവിൽ തന്നെ തിരിഞ്ഞ് വീരഭദ്രന്റെ വാരിയലിൽ ചവിട്ടി നിലത്ത് വീഴ്ത്തി. പൂമനക്കൽ നമ്പൂതിരി ഞെട്ടി. കൺ ചിമ്മുന്ന വേഗമാണ് വീരഭദ്രന്റെ ഓരോ നീക്കങ്ങൾക്കും. അതിനെയും വെല്ലുന്ന കേട്ടുകേൾവിയില്ലാത്ത അടവുകൾ കണ്ണന്റെ കയ്യിൽ. കോപത്തോടെ നിലത്തുനിന്ന് എഴുന്നേറ്റ വീരഭദ്രൻ അരയിൽ നിന്ന് ഉറുമി വലിച്ചൂരി തള്ളവരിൽ നിലത്തൂന്നി ഉപ്പുറ്റി പൊക്കി നിലത്തമർന്നയാൽ കുതിച്ചു ചാടി. ചാട്ടത്തിൽ തന്നെ വായുവിൽ ഉറുമി വീശി. പക്ഷേ കണ്ണൻ ആയുധത്തിന്റെ വേഗം മനസ്സിലാക്കി നീലം പറ്റെ അമർന്ന് ഇടത് ചരിഞ്ഞ് പിന്നിലേക്ക് നീങ്ങി മാറി ഇടത് കൈമുട്ട് വീരഭദ്രന്റെ വലത് തോളിൽ ഇടിച്ചിറക്കി. പിന്നീട് ചുറ്റുമെരിയുന്ന പന്തങ്ങൾക്ക് നടുവിൽ ഭീകര പോരാട്ടത്തിനാണ് നമ്പൂതിരിയും കേശവൻ നായരും സാക്ഷിയായത്. ഓതിരം, ഒറ്റപ്പയറ്റ്, തട്ട്, വാളുവലി, പരിചതട്ട്, അന്ധകരണം, കുന്തംകുത്ത്, തോട്ടുവലി, തടവ്, തിക്ക്, ചാട്ടുകയറ്റം, മർമ്മക്കയ്യ്, മാറിത്തടവ്, ആകാശപ്പോയത്ത്, കുന്നമ്പട, നിലമ്പട, തൂശിക്കരണം, തുണ്ണിപ്പോയത്ത്, അങ്ങനെ കളരിയിൽ 18 അടവും വീരഭദ്രൻ പുറത്തെടുത്തു. പക്ഷേ അതെല്ലാം വെറും പുഞ്ചിരിയോടെ കണ്ണൻ നേരിട്ടു. ഇത്രയുമായിട്ടും കണ്ണനെ തോൽപ്പിക്കാൻ സാധിച്ചില്ലെന്ന് കണ്ട വീരഭദ്രൻ ഒരു ചതിയടവും പറ്റി. കുക്കുട വടിവിലമർന്ന് ഇടത് വെട്ടി ഉയർന്നു ചാടിയ വീരഭദ്രൻ വലത്തൊഴിഞ്ഞ കണ്ണന്റെ കഴുത്തിന് നേരെ ഉറുമി വീശി. പക്ഷേ കണ്ണൻ ശരവേഗത്തിൽ ഇടത്തേക്കൊഴിഞ്ഞ് ഉറുമി വീശിയ കൈയുടെ മണിബന്ധത്തിൽ പിടിച്ച് ഓടിച്ച് നിലത്തിട്ടു. തൊട്ടടുത്ത നിമിഷത്തിൽ സർപ്പവടിവിലമർന്ന കണ്ണൻ സർപ്പരൂപവും സ്വീകരിച്ചു. നീലത്ത് കാൽകുത്തിയ വീരഭദ്രൻ തിരിഞ്ഞപ്പോൾ കാറ്റിന്റെ വേഗതയിൽ കണ്ണൻ തൊട്ടു മുന്നിലെത്തി. മൂക്കിൻ തുമ്പിൽ കണ്ണന്റെ മൂക്ക് മുട്ടുന്നത്ര അടുത്ത് സർപ്പരൂപത്തിൽ കണ്ണനെ കണ്ട വീരഭദ്രൻ ഒരു നിമിഷം ഭയന്നുപോയി. ആ ഒരു നിമിഷം മതിയായിരുന്നു കണ്ണന്. ഭയന്നുപോയ വീരഭദ്രന്റെ പിന്നിലേക്ക് തിരിഞ്ഞ് അയാളുടെ പിടലിയിൽ 2 വിരലുകൾ ചേർത്ത് ആഞ്ഞുകുത്തി. അയാൾ നടുവളച്ച് മുന്നിലേക്ക് കുനിഞ്ഞുപോയി. തല പിന്നിലേക്ക് ചരിച്ച് മുറ്റത്ത് നിന്ന് കേശവൻ നായരെ നോക്കിയ കണ്ണൻ വല്ലാത്തൊരു ചിരി ചിരിച്ച് നിന്ന നിൽപ്പിൽ കാൽ മുകളിലേക്ക് ഉയർത്തി വീരഭദ്രന്റെ നട്ടലിന്റെ അവസാനം ഗുദാസ്തിയിൽ ആഞ്ഞു ചവിട്ടി. വീരഭദ്രന്റെ എല്ലൊടിയുന്ന ഒച്ച കേശവൻ നായർ ഉമ്മർത്ത് നിന്ന് കേട്ടു. വീരഭദ്രന്റെ കാലുകൾ വിറച്ചു. വിറച്ച് വിറച്ച് കോച്ചിപ്പോയതുപോലെ അയാൾ നിലത്ത് വീണു. കഴുത്തും കാലുകളും അനക്കാനാവാതെ അയാൾ ചുഴലി ബാധിച്ചവനെ പോലെ നിലത്ത് കിടന്ന് പിടഞ്ഞു. കണ്ണൻ കേശവൻ നായർക്ക് നേരെ തിരിഞ്ഞു. അയാൾ ഒടിയന്റെ രൂപം നന്നായി കണ്ടു. തന്റെ നേരെ നടന്നു വരുന്ന അവൻ കണ്ണടച്ച് തുറന്നപ്പോൾ പുറമേ ഉള്ളതല്ലാതെ
ഉള്ളിലും ഒരു കൺപോളെ തുറക്കുന്നുണ്ടായിരുന്നു. ഉരകങ്ങളെ പോലെയുള്ളതായിരുന്നു അവന്റെ കണ്ണിലെ കൃഷ്ണമണികൾ. ചുവന്ന് ചോരയിട്ടുന്ന സർപ്പത്തെ പോലെയുള്ള നാക്കും മുണ്ടനം ചെയ്ത തലയിലും ദേഹത്തും സർപ്പത്തിന്റെ ദേഹം പോലെ ചായമോ അതോ ശരിക്കും അങ്ങനെയാണോ? തിരിച്ചറിയാനാവാതെ കേശവൻ നായർ ഭയന്ന് പിന്നിലേക്ക് മാറിയ കേശവൻ നായരുടെ നേരെ കണ്ണൻ കുതിച്ചു. പക്ഷേ പൂമനക്കൽ നമ്പൂതിരി കേശവൻ നായർക്ക് മുന്നിൽ കയറി നിന്നു. തിരുമേനി, മുന്നിൽ നിന്നിട്ട് കാര്യമില്ല. കേശവൻ നായരെ ഞാനിന്ന് പറഞ്ഞയക്കും, വെറുതെ കൂടെ പോണ്ട. കണ്ണൻ സർപ്പത്തെ പോലെ ചീറ്റിക്കൊണ്ട് പറഞ്ഞു. അതിന് നീ എന്നെ ജയിക്കണം, അല്ലെങ്കിൽ കൊല്ലണം. രണ്ടായാലും ഭയമില്ല. വാ. നമ്പൂതിരിയും വിട്ടില്ല. തികഞ്ഞ ജ്ഞാനിയും മന്ത്രതന്ത്രങ്ങളിൽ കേമനുമായ പൂമനക്കൽ നമ്പൂതിരിയുടെ ബലവും ബലശവും എവിടെയെന്നറിയാതെ കണ്ണൻ അദ്ദേഹത്തോട് നേരിട്ട് മുട്ടാൻ തയ്യാറായില്ല. അതുകൊണ്ട് കണ്ണൻ ആംഗ്യം കാട്ടിയതനുസരിച്ച് മതിലിന് മുകളിലുണ്ടായിരുന്നൊരു ചെന്നായ വളരെ വേഗത്തിൽ കേശവൻ നായരെ പിന്നിലൂടെ ആക്രമിക്കാൻ ഓടിയെടുത്തു. പക്ഷേ അതിലും വേഗത്തിൽ പുറംതിരിഞ്ഞ നമ്പൂതിരി അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന വടികൊണ്ട് കളം വരച്ച് മന്ത്രം ചൊല്ലി. പാഞ്ഞു വന്ന ചെന്നായ കളത്തിനുള്ളിൽ നിശ്ചലനായി. ഒരടി പോലും അനങ്ങാനാവാതെ അത് നിൽപ്പിൽ നിന്നു. നമ്പൂതിരി മന്ത്രം ചൊല്ലി 2 അടി മുന്നോട്ട് വെച്ച് ചെന്നായുടെ ചെവിഭാഗത്ത് കൈകൊണ്ട് ആഞ്ഞടിച്ചു. ഭാർഗവന്റെ ശിഷ്യനായ ഒടിയന്റെ ചെവിയിലുണ്ടായിരുന്ന ഒടിമരുന്ന് തെറിച്ചുപോയി. ഒടിമരുന്ന് പോയതും അയാളുടെ ശരിയായ രൂപം തിരിച്ചു വന്നു. അവരുടെ മുന്നിൽ നഗ്നനായി 4 കാലിൽ അയാൾ അനങ്ങാതെ നിന്നു. ഇനി നമ്പൂതിരി അനുവദിക്കാതെ ഒരടി അനങ്ങാൻ അയാൾക്കാവില്ല. കേശവൻ നായർക്ക് പെട്ടെന്നൊരു സമാധാനമായി. നമ്പൂതിരി വീണ്ടും കണ്ണന് നേരെ തിരിഞ്ഞു. തിരിച്ചു പോ ഭാർഗവ, അങ്ങനെയെങ്കിൽ നിനക്ക് മാപ്പ് എന്ന് വിട്ടയക്കാം. നമ്പൂതിരി ഭാർഗവനെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു. കൊള്ളാം, അങ്ങേ കൊടിയനെ വീഴ്ത്താനുള്ള വിദ്യയൊക്കെ അറിയാം. പക്ഷേ എന്നെ വീഴ്ത്താനുള്ള വിദ്യ അങ്ങക്ക് വശമുണ്ടാവില്ല. അങ്ങയുടെ ഗുരുവിന് പോലും ഉണ്ടായില്ല. ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ കൈ കിടന്ന് പിടയുമായിരുന്നു. അപ്പോ അദ്ദേഹത്തെ നീയാണോ? നമ്പൂതിരി ഉള്ളിൽ തിളച്ചു പൊങ്ങിയ ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു. അതെ, ഞാനാണ് കൊന്നത്. അങ്ങേപ്പോലെ തന്നെ ഒടിയനെ എങ്ങനെ നേരിടണമെന്നും അനുസരിപ്പിക്കണമെന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പക്ഷേ മാടനെ നേരിടാൻ കഴിഞ്ഞില്ല. അങ്ങേക്കും കഴിയുമെന്ന് തോന്നുന്നില്ല. പറ്റുമെങ്കിൽ ഒന്ന് തിരിഞ്ഞു നോക്ക്. നമ്പൂതിരിയുടെ പിന്നിലേക്ക് കയ്യിലുള്ള വടി ചൂണ്ടിക്കാട്ടി കണ്ണൻ പറഞ്ഞു. തൊട്ടു പിന്നിൽ മാടനെ പ്രതീക്ഷിച്ച് പൂമനക്കൽ നമ്പൂതിരി പതിയെ തിരിഞ്ഞു. സത്യത്തിൽ മാടനെ നേരിടാനും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ആ കാര്യം ഒടിയനെ അറിയില്ലായിരിക്കുമെന്ന് വിചാരിച്ച് അവനെ ഭയപ്പെടുത്താമെന്നോർത്ത് അയാൾ തിരിഞ്ഞു. പക്ഷേ തിരിഞ്ഞിട്ടും ആക്രമണം പുറകിൽ നിന്ന് തന്നെയായിരുന്നു. മാടന്റെ അല്ല, സാക്ഷാൽ ഒടിയന്റെ. നമ്പൂതിരി തിരിഞ്ഞതും കണ്ണൻ അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഉരുളംപടി നമ്പൂതിരിക്ക് നേരെ ശക്തിയിലെറിഞ്ഞു. പിന്നാലെ കാറ്റുപോലെ ഒടിയനും കുതിച്ചു. വടിയുടെ ഒരറ്റം നമ്പൂതിരിയുടെ നട്ടലിൽ മുട്ടിയതും കണ്ണൻ അതിന്റെ മറ്റേ അറ്റത്ത് ആഞ്ഞു ചവിട്ടി. നട്ടലിന്റെ 6ാം കശേരുവിൽ വെച്ച് അത് 2ആയി ഒടിഞ്ഞു. നമ്പൂതിരിക്കൊപ്പം പുറകിലേക്ക് നോക്കിയ കേശവൻ നായർ പിന്നെ കണ്ടത് നമ്പൂതിരി വലിയൊരു അലർച്ചയോടെ നിലത്ത് വീഴുന്നതാണ്. തൊട്ടു മുന്നിൽ കണ്ണനും. അത്ര വേഗത്തിലായിരുന്നു ആക്രമണം. അങ്ങ് അഭ്യാസിയാണ്, ഒടിയനെ നേരിടാൻ കഴിയും. മാടനെയും എനിക്കത് മനസ്സിലായി. അതുകൊണ്ടാണ് നട്ടലിൽ തന്നെ തന്നത്. ഇനി താങ്ങില്ലാതെ നേരെ നിൽക്കില്ല. പിന്നെ ഭാവിയിൽ ശിഷ്യന്മാരുണ്ടായ അവരോട് പറയണം, ഇതുപോലുള്ള വൃത്തികെട്ടവന്മാരെ കാക്കാൻ ഇറങ്ങരുതെന്ന്. വീണ് കിടക്കുന്ന നമ്പൂതിരിയുടെ തലയിൽ തലോടി കേശവൻ നായർ നോക്കി കണ്ണൻ പറഞ്ഞു. ചതിച്ച് ചെയ്തിട്ട് ഉപദേശിക്കുന്നോടം നായെ. നട്ടലിൽ തരിച്ചിറങ്ങിയ മരവിപ്പ് വേദനയ്ക്ക് വഴിമാറിയ സമയം പുച്ഛത്തോടെ നമ്പൂതിരി ചോദിച്ചു. നമ്പൂതിരി വീണത് കണ്ട കേശവൻ നായർ ഭയന്ന് ജീവനും കൊണ്ടോടി. പക്ഷേ കണ്ണൻ അവിടെ തന്നെ നിന്നു. നേരിന്റെ കളരിയിൽ നിന്നല്ല കുഞ്ഞെ ഞാൻ വിദ്യ പഠിച്ചത്. അതുകൊണ്ട് അങ്ങനെ വരൂ. ഒടിയന് ചതിയും വിദ്യയാണ്. മായം കാട്ടുന്ന ഒടിയനെ വിശ്വസിക്കരുത് എന്നുള്ളതാണ് ഒടിയനെ നേരിടാൻ വരുമ്പോഴുള്ള ആദ്യ പാഠം. പിന്നെ അങ്ങയുടെ ഗുരുവിനെ കൊന്നത് ഞാനല്ല, അതും ഒരു കള്ളമായിരുന്നു. ഇനി ആ പക കൊണ്ട് നടക്കണ്ട. പോട്ടെ, ഒരാളെ പറഞ്ഞയക്കാനുണ്ട്. അതും പറഞ്ഞു കണ്ണൻ നിലത്തു നിന്ന് എഴുന്നേറ്റു. അവന്റെ കണ്ണിൽ പക പൊങ്ങി. നാഗദ്രംശകൾക്കിടയിലൂടെ പുറത്തേക്ക് നീണ്ട നാക്ക് അകത്തേക്ക് കയറുന്നതിന് മുന്നേ അവൻ പൂർണ്ണ നഗ്നനായി മാറി മുന്നോട്ട് കുതിച്ചു. കേശവൻ നായർ പടിക്കെട്ട് കടന്ന് പുറത്തേക്കോടി. മരവും മണ്ണും തന്റെ കൂടെ ഓടുന്ന പോലെ അയാൾക്ക് തോന്നി. പക്ഷേ അധികം ഓടാൻ പറ്റിയില്ല. പ്രാണഭയത്തോടെ ഓടുന്ന മനസ്സിനൊപ്പം ശരീരം എത്തിയില്ല. അയാൾ വഴിയിൽ കുഴഞ്ഞു വീണു. ഇതിപ്പോ കൊല്ലുന്നതിന് മുന്നേ താൻ ചാവുമല്ലോ നായരെ. ശബ്ദം കേട്ട് വിറച്ചിട്ടും
കേശവൻ നായർ തല ഉയർത്തിയില്ല. കണ്ണന്റെ രൂപത്തെ നേരിടാനുള്ള മനക്കരുത്ത് അയാൾക്കുണ്ടായിരുന്നില്ല. ഭയന്ന് വിറച്ച് അയാൾ വീണ്ടും ഓടി. പിന്നാലെ കണ്ണനും. പിറ്റേന്ന് നേരം പുലർന്നപ്പോ ദേശത്തെ ആളുകളെല്ലാം വലിപ്പ ചെറുപ്പമില്ലാതെ കവലയിലെത്തി. ഒരു വലിയ ആലിന് ചുറ്റുമുള്ള 4-5 കടകൾ കൂടിയതാണ് കവല. അവിടെ കണ്ട കാഴ്ച എല്ലാവരുടെ മനസ്സിൽ അതിഭീകരമായ ഭയം നിറച്ചു. കവലയിലെ വലിയ ആലിന്റെ തടിയിൽ പ്രദർശനത്തിന് വെച്ച പോലെ ഒരു മനുഷ്യന്റെ തൊലി മാത്രം മുഴുവനായി ഉരിഞ്ഞു കെട്ടിവെച്ചിരിക്കുന്നു. താഴെ അയാളുടെ രക്തം പുരണ്ട എല്ലുകളും പല്ലുകളും നഖങ്ങളും. ശരീരത്തിലും ചുറ്റുവട്ടത്തും മാംസമാരും കണ്ടില്ല. കാരണം തെരുവ് നായ്ക്കൾ അവർക്ക് കിട്ടിയ പച്ച ഇറച്ചി നേരം പുലരും വരെ കാത്തുവെച്ചില്ല. തലേന്ന് കേശവൻ നായരുടെ വീട്ടിൽ നടന്നതും നാട്ടിൽ പാട്ടായി. ചെയ്തത് ഒടിയും ഭാർഗവും തന്നെയെന്ന് നമ്പൂതിരിയും വീരഭദ്രനും നാട്ടുകാരോട് പറഞ്ഞു. ചത്തു എന്ന് കരുതിയ ഒടിയൻ തിരിച്ചു വന്നിരിക്കുന്നുവെന്ന് എല്ലാവർക്കും മനസ്സിലായി. പക്ഷേ അതാരും പരസ്യമായി പറഞ്ഞില്ല. ഒടിയൻ എന്ന പേര് കേട്ട് നാട്ടുകാർക്കൊപ്പം പുറം നാട്ടിൽ നിന്നെത്തിയ പാർട്ടിക്കാരും ഭയത്തോട് സംസാരിക്കുന്നത് കണ്ട് താൽക്കാലിക പാർട്ടി ഓഫീസിന്റെ വാതിൽക്കൽ ചാരി നിന്ന് ചായ കുടിച്ചുകൊണ്ടിരുന്ന കണ്ണൻ ചെറുതായി ഒന്ന് ചിരിച്ചു.